ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ആൻഡ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. Managers are responsible for achieving the goals and objectives of an organization through managing its resources. അതായത് ഏതൊക്കെയാണ്? ഹ്യൂമൻ, ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ. അതായത് മാനേജേഴ്സ് ഒരു ഓർഗനൈസേഷൻ്റെ റിസോഴ്സസ് മാനേജ് ചെയ്യുക. അതായത് അത് ഹ്യൂമൻ ആവാം, ഫിനാൻഷ്യൽ റിസോഴ്സ് ആവാം, അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസോഴ്സ് ആവാം. Managerial duties include but are not limited to leading the team, setting objective, analyzing performance and making decisions and reviewing. Depending on the hierarchical level of managers, the duty could be to manage an individual, a department or the whole business. What managers all have in common is that have power, responsibility and influence over other employees. അതായത് ഓരോ ലെവൽസിലെ ഓർഡർ അനുസരിച്ചിട്ട് ഓരോ മാനേജേഴ്സിനെ ലോവർ ലെവൽ വരെയുള്ള പവർ, റെസ്പോൺസിബിലിറ്റി അതെല്ലാം നിശ്ചയിക്കുന്നു. ഇനി ഇവിടെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഏതാണ്? ടോപ്പ് മാനേജ്മെൻറ്റ്, മിഡിൽ മാനേജ്മെൻറ്റ്, ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, മാനേജിംഗ് ഡയറക്ടർ, ജനറൽ മാനേജർ ആൻഡ് സീനിയർ എക്സിക്യൂട്ടീവ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനുള്ളവരാണ് ടോപ്പ് മാനേജ്മെൻറ്റിൽ ഉള്ളത്. അവരുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിറ്റർമിൻ ദ ഒബ്ജക്റ്റീവ്, ഡിഫൈൻ ഗോൾ, എസ്റ്റാബ്ലിഷസ് ദ പോളിസീസ്, പ്രിപ്പയർ സ്ട്രാറ്റജിക്കൽ പ്ലാൻ, ഗിവ് ഗൈഡൻസ് ആൻഡ് ഡയറക്ഷൻസ്, കൺട്രോൾ ആൻഡ് ക്രിയേറ്റ് ഗുഡ് റിലേഷൻ വിത്ത് പബ്ലിക്, ജഡ്ജസ് ദ റിസൾട്ട്. അതായത് അവരുടെ താഴെയുള്ള മാനേജ്മെൻറ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അവർക്ക് വേണ്ട ഡയറക്ഷൻ, ഗൈഡ് ലൈൻസ് ഒക്കെ കൊടുക്കുക. അതൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഡ്യൂട്ടീസ്. ഇനി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ്. ദേ ആർ റെസ്പോൺസിബിൾ ടു ടോപ്പ് മാനേജ്മെൻറ്റ്. ദേ ആർ കൺസേൺ വിത്ത് ഓർഗനൈസേഷൻ ആൻഡ് ഡയറക്ഷൻ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഏതൊക്കെയാണ് മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കാം. ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് ദ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് കമ്മ്യൂണിക്കേറ്റഡ് ബൈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് നിർദ്ദേശിക്കുന്ന പ്രോഗ്രാംസ് അല്ലെങ്കിൽ പോളിസീസ് അത് ചെയ്യുക. Organizing and manning the department as per as main plan the departmental operation. ഒരു ഓർഗനൈസേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൽ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുക. ഗൈഡ് ആൻഡ് ഡയറക്റ്റ് മോട്ടിവേറ്റ് ദെയർ വർക്കേഴ്സ് ടു അറ്റൈൻ ദ ഒബ്ജക്റ്റീവ്സ്. കോഓപ്പറേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് ദ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സഹകരിക്കുക, അവരുമായിട്ട് കൂട്ടത്തോടുകൂടി എല്ലാം ചെയ്യുക. വാല്യുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ഹിസ് സബോർഡിനേറ്റ്. അവരുടെ സബോർഡിനേറ്റ്സിൻ്റെ അല്ലെങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരുടെ വർക്ക് അല്ലെങ്കിൽ പെർഫോമൻസിനെ വിലയിരുത്തുക. കറക്റ്റ് റിപ്പോർട്ട് ആൻഡ് സ്ട്രാറ്റജീസ് ഫ്രം ദ ലോവർ ലെവൽ ആൻഡ് സെൻഡ് ഇറ്റ് ടു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. അതായത് താഴെ ഉള്ള ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുക. ഇനി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? മാർക്കറ്റിംഗ് മാനേജേഴ്സ്, പർച്ചേസിംഗ് മാനേജർ, സെയിൽസ് മാനേജർ, ഓപ്പറേറ്റീവ് മാനേജർ, ബ്രാഞ്ച് മാനേജർ, ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഒക്കെ. ഇനി ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. Lower level management is also known as supervisory management. This level includes supervisors, foreman, gang boss, accounts officer, sales officer, etc. They are more concerned with direction and control function of management. ഇവരുടെ ഫംഗ്ഷനാണ് പ്ലാൻ ഫോർ ദ ഡേ ഓർ വീക്ക്. അതായത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ആഴ്ചത്തെ പ്ലാൻ തയ്യാറാക്കുക. ഓർഗനൈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പിൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം ഓർഗനൈസ് ചെയ്യുക. അലോട്ട് വർക്ക് ടു വർക്കേഴ്സ് അണ്ടർ ഹിം. ഇവർക്ക് താഴെയുള്ള ആളുകളുടെ വർക്കൊക്കെ അവർക്ക് ഭാഗിച്ചു കൊടുക്കുക, അലോട്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂ ഇൻസ്ട്രക്ഷൻസ് അറ്റ് ദ സൈറ്റ്, മോട്ടിവേറ്റ് ദ എംപ്ലോയീസ്, അറേഞ്ച് മെറ്റീരിയൽ ആൻഡ് മെഷീൻ ടൂൾസ് ഫോർ വർക്കേഴ്സിന് വേണ്ടിയുള്ള മെഷീൻ, മെറ്റീരിയൽ, ടൂളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഗിവ് ഗൈഡൻസ് ആൻഡ് സൂപ്പർവൈസ് ദ എംപ്ലോയീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവരെ നിരീക്ഷിക്കുക. ടു മെയിൻറ്റെയിൻ ഡിസിപ്ലിൻ ആൻഡ് ഗുഡ് റിലേഷൻ വിത്ത് ദ ഗ്രൂപ്പ്. അതിൽ വരുന്നതാണ് സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, ജൂനിയർ മാനേജർ, ഇൻസ്പെക്ടർ, ക്ലർക്കൊക്കെ. ഇനി ടൈപ്സ് ഓഫ് മാനേജേഴ്സ് എത്ര വിധത്തിലുണ്ട്? ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്, മിഡിൽ ലെവൽ മാനേജേഴ്സ് ആൻഡ് ടോപ്പ് മാനേജേഴ്സ്. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ് ആരാണെന്ന് നോക്കാം. ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. ദീസ് മാനേജേഴ്സ് വർക്ക് അറ്റ് ലോവർ ലെവൽ. ഏറ്റവും താഴെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഫസ്റ്റ് ലൈൻ മാനേജേഴ്സ്. ദേ ആർ എക്സിക്യൂട്ടേഴ്സ് ആൻഡ് നോട്ട് ദ പോളിസി മേക്കർ. അവർ എക്സിക്യൂട്ടേഴ്സാണ്, പോളിസി മേക്കേഴ്സ് അല്ല. They are called foreman or supervisors. They are responsible to carry out the work
entrusted by the top level managers. അതായത് ടോപ്പ് ലെവൽ മാനേജേഴ്സ് നിർദ്ദേശിക്കുന്ന ജോലികൾ ചെയ്യാണ് ഈ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി. മിഡിൽ മാനേജേഴ്സ് എന്താണെന്ന് നോക്കാം. ദ ഓപ്പറേഷൻസ് of this type managers are mixed with functions of top managers and first line managers. They are called different names such as departmental manager, production manager, etc. Their main function is to help top level managers by the way of planning, leading, organizing, controlling and organization. പ്രധാനമായിട്ടും ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നാണ് ഇവരുടെ ജോലി. ടോപ്പ് മാനേജേഴ്സ് ആരൊക്കെയാണ്? ദേ ആർ ദ ഫ്രണ്ട് ലൈൻ മാനേജേഴ്സ്. ഫ്രണ്ട് ലൈൻ മാനേജേഴ്സ് ആണ് ടോപ്പ് മാനേജേഴ്സ്. These managers are called as managing director or chairman or chief executive or general manager. They are decision maker of the organization. They are also the planners, the design. അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഉള്ള മാനേജേഴ്സ് അവരായിരിക്കും കൂടുതലും ഡിസിഷനൊക്കെ എടുക്കുക. നെക്സ്റ്റ് വൺ ഫങ്ഷണൽ മാനേജേഴ്സ്. അതിൽ വരുന്നതാണ് പ്രൊഡക്ഷൻ മാനേജർ, ഫിനാൻഷ്യൽ മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, ലൈൻ ആൻഡ് സ്റ്റാഫ് മാനേജർ, ലൈൻ മാനേജേഴ്സ് ആൻഡ് സ്റ്റാഫ് മാനേജേഴ്സ്. ഈ പ്രൊഡക്ഷൻ മാനേജർ ആരാണ്? ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഗുഡ്സും സർവീസസും അല്ലെങ്കിൽ പ്രൊഡക്ഷനെ ബന്ധപ്പെട്ടുള്ള ചുമതലകൾ വഹിക്കുന്ന ആളാണ് പ്രൊഡക്ഷൻ മാനേജർ. ഹി ലുക്സ് ആഫ്റ്റർ ദ പർച്ചേസിംഗ് ഫംഗ്ഷൻ ആൻഡ് ദ മാനേജസ് ദ പ്രൊഡക്ഷൻ ഡിസൈൻ ആൻഡ് പ്രോസസ്. പ്രൊഡക്ഷൻ എഞ്ചിനീയർ ആവാം, പ്ലാന്റ് എഞ്ചിനീയർ ആവാം, ഓപ്പറേഷൻ എഞ്ചിനീയർ, അതൊക്കെയാണ് പ്രൊഡക്ഷൻ മാനേജേഴ്സ്. ദെൻ ഫിനാൻഷ്യൽ മാനേജേഴ്സ്. ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ സാമ്പത്തിക കാര്യങ്ങൾ ചുമതലയേൽക്കുന്ന ആളാണ് ഫിനാൻഷ്യൽ മാനേജർ. ഹി പ്രിപ്പയർ ഫിനാൻഷ്യൽ പ്ലാൻ. ഹി അസസ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ ആൻഡ് സോഴ്സ് ഓഫ് ദ ഫിനാൻസ്. ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എത്രത്തോളം ചിലവ് വരും അല്ലെങ്കിൽ അതിനുള്ള സോഴ്സ്, ഇതൊക്കെയാണ് അസസ് ചെയ്യാണ് ഇവരുടെ ചുമതല. നെക്സ്റ്റ് വൺ മാർക്കറ്റിംഗ് മാനേജേഴ്സ്. ഹി ഈസ് ഇൻ ചാർജ് ഓഫ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനിലെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചാർജ് വഹിക്കുന്ന ആരാണ്? മാർക്കറ്റിംഗ് മാനേജേഴ്സ്. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എയിം ടു ഇൻക്രീസ് ദ ടേൺ ഓവർ ഓഫ് ദ ഓർഗനൈസേഷൻ, മാർക്കറ്റ് ഷെയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഇൻ ദ ഓർഗനൈസേഷൻ. ഹി ഷുഡ് നോ ദ മാർക്കറ്റിംഗ് കൺസെപ്റ്റ് സച്ച് ആസ് പ്രൊഡക്റ്റ് മിക്സ്, പ്രൊമോഷൻ മിക്സ്, പ്രൈസ് മിക്സ്, ഡിസ്ട്രിബ്യൂഷൻ മിക്സ്, എക്സെട്ര. ഇതിനെക്കുറിച്ചൊക്കെ നല്ല തറോ നോളജ് ഉണ്ടായിരിക്കണം. ഹി ഷുഡ് ബി ഏബിൾ ടു നോ ദ സ്ട്രെങ്ത്, വീക്ക്നെസ് ഓഫ് ദ ഫേംസ് പ്രൊഡക്റ്റ്. അതായത് ഒരു പ്രൊഡക്റ്റ്, നമ്മുടെ ഫേമിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്ട്രെങ്ത്തും ഗുണങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് പുതിയ സ്ട്രാറ്റജീസൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് മാർക്കറ്റിംഗ് മാനേജേഴ്സ് ചെയ്യുന്നത്. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ. ദ ഓർഗനൈസേഷൻ ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പേഴ്സണൽ at the right position, at the right time and right sufficient qualification. The duty of the human resource management is to recruit and develop personal requirement of the organization. അതായത് ഒരു ഓർഗനൈസേഷനിൽ ധാരാളം ഹ്യൂമൻസ് ആവശ്യമുണ്ട്, അവരുടെ വർക്കേഴ്സ്. അവരെയൊക്കെ പ്രോപ്പറായിട്ട് റിക്രൂട്ട് ചെയ്യുക, ഡെവലപ്പ് അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുക, ഇതൊക്കെയാണ് ഇവർ ചെയ്യുന്നത്. Line and staff managers. On the basis of organization structure, managers may be classified as line managers and staff managers. The line managers എന്താണ്? In the line organization, each department is managed by one manager. They are known as the line managers. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരാൾ മാനേജ് ചെയ്യും, അയാളാണ് ലൈൻ മാനേജർ. ദ ലൈൻ മാനേജർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ എൻറ്റയർ വർക്ക് ഫോർ ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റാണോ അവരുടെ ചുമതല ആ ഡിപ്പാർട്ട്മെൻറ്റിലെ വർക്കിന് അവർ റെസ്പോൺസിബിൾ ആയിരിക്കും. ഹീ ഈസ് അക്കൗണ്ടബിൾ ടു ദ ടോപ്പ് മാനേജ്മെൻറ്റ്. ദെൻ സ്റ്റാഫ് മാനേജേഴ്സ്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു അസിസ്റ്റ് ദ ലൈൻ മാനേജേഴ്സ് ഫോർ ഡിസ്ചാർജിങ് ഡ്യൂട്ടീസ്. ഹിസ് ഡ്യൂട്ടി ഈസ് ടു അഡ്വൈസ് ദ മാനേജേഴ്സ് വിത്ത് റിഗാർഡ് ടു പെർഫോമൻസ് ഓഫ് വർക്ക്. ഇതാണ് സ്റ്റാഫ് മാനേജേഴ്സിൻ്റെ ഡ്യൂട്ടി. ഇതോടുകൂടി 6th ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ മെയിനായിട്ട് പഠിക്കാനുള്ള ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ആ 3 ലെവൽസും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക.